2014 സൂര്യ നായകനാക്കി എൻ ലിംഗസ്വാമി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അഞ്ചാൻ. സൂര്യ, സാമന്ത, വിദ്വൈത് എന്നിവരൊക്കെയായിരുന്നു ഈ പടത്തിൽ മെയിൻ ലീഡിലെത്തിയത്. പടം ഒരു ആക്ഷൻ മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിരുന്നു. സൂര്യ എന്ന നടൻ്റെ പീക്ക് ടൈമിൽ ആയതുകൊണ്ട് തന്നെ ഈ പടത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ ലിംഗസ്വാമി പോലൊരു ഹിറ്റ് ഡയറക്ടറും സൂര്യ എന്ന നടനെ ഒന്നിക്കുമ്പോൾ കിട്ടുന്ന ഒരു സിനിമയാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഹൈപ്പ് എന്നത് പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ്. പിന്നെ ഈ ഹൈപ്പിനെ ബൂസ്റ്റ് ചെയ്യാൻ എന്ന രീതിയിൽ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇറക്കി വിട്ട ഫസ്റ്റ് ലുക്ക്, ടീസർ, ട്രെയിലർ, പിന്നെ ഈ പടത്തിന് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കാര്യം ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂര്യ എന്ന നടൻ്റെ പതിവ് സിനിമകളിൽ നിന്നും വൻ സ്റ്റൈലിഷ് ആയിരുന്നു. ഇട്ട കോസ്റ്റ്യൂമ്, ഹെയർ സ്റ്റൈല്, ചെയിന്, വായിൽ ടൂത്ത് പിക്ക് അടക്കം വൻ ട്രെൻഡ് സെറ്ററാക്കിയ മുതൽ രാജു ബായ്. സൂര്യ എന്ന നടനെ ഇത്രയധികം വൻ സ്റ്റൈലിഷ് ലുക്കിൽ കണ്ട മറ്റൊരു സിനിമ അതിനുശേഷമോ അതിനു മുമ്പോ ഉണ്ടായിട്ടില്ല. ഡയറക്ടർ ലിംഗസ്വാമി 5 മാസത്തോളം സമയമെടുത്ത് തയ്യാറാക്കിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അഞ്ചാൻ. അങ്ങനെ 6 മാസത്തെ ഷൂട്ടിന് ശേഷം 2014 ഓഗസ്റ്റ് 15 അഞ്ചാൻ സിനിമ റിലീസിനെത്തി. ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ പടത്തിന് വൻ നെഗറ്റീവ് റിവ്യൂസാണ് വന്നു തുടങ്ങിയത്. അങ്ങനെ ടോപ്പ് ലെവലിൽ നിന്ന് സൂര്യ എന്ന നടൻ സ്റ്റാർഡം വീഴാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. എങ്ങനെയാണ് അഞ്ചാൻ സിനിമ ഫ്ലോപ്പായത്? അഞ്ചാൻ സിനിമ ഫ്ലോപ്പാകാനുള്ള ഒന്നാമത്തെ റീസൺ തമിഴ് ഓഡിയൻസ് മാത്രമല്ല. വൻ ഹൈപ്പിലെത്തിയൊരു സൂര്യ സിനിമ എന്ന രീതിയിലെടുത്ത അഞ്ചാൻ സിനിമയുടെ സ്റ്റോറി പലർക്കും കൺവിൻസിങ് ആയില്ല, പ്രത്യേകിച്ച് തമിഴ് ഓഡിയൻസിന്. അതാണ് അഞ്ചാൻ സിനിമ ഫ്ലോപ്പാകാനുള്ള ഏറ്റവും വലിയ റീസണായി തമിഴ് ഓഡിയൻസ് പറയുന്നത്. പടത്തിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ട് എന്നത് തന്നെ വളരെ സിമ്പിളാണ്. തമിഴ്നാട്ടിൽ നിന്നും കൃഷ്ണ എന്ന പേരുള്ള ഒരാൾ മുംബൈ ടൗണിൽ തൻ്റെ ചേട്ടനെ അന്വേഷിച്ചെത്തുന്നു. ചേട്ടൻ മുംബൈയിലെ ഒരു പവർഫുൾ ഗ്യാങ്സ്റ്റർ ആയിരുന്നു. അങ്ങനെ തൻ്റെ ചേട്ടനെ അന്വേഷിച്ച് നടന്ന കൃഷ്ണ ബാറിൽ വെച്ചൊരാളെ കണ്ടുമുട്ടി തൻ്റെ ചേട്ടൻ ആരാണെന്നും എന്താണെന്നും എല്ലാം അയാൾ കൃഷ്ണയോട് പറയുന്നു. അയാൾ ഒരു മുംബൈ ഗ്യാങ്സ്റ്റർ ആയിരുന്നു, രാജു, ചന്ദ്രു. മുംബൈ നഗരത്തിൽ അറിയപ്പെട്ടിരുന്ന 2 ഗ്യാങ്സ്റ്റേഴ്സാണ് ഇവർ 2 പേരും. അങ്ങനെ ഒരു പോയിന്റിൽ ഇവരെക്കാളും വലിയൊരു ഗ്യാങ്സ്റ്റർ വന്ന് ഇവരെ പേടിപ്പിച്ച് ഇതിന് മുകളിൽ വളർന്നാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുന്നു. അങ്ങനെ ഈ വെല്ലുവിളി കേട്ട് റിവോൾട്ടായ രാജുബായി അയാളെ തൂക്കി അണ്ടർവേഡ് ഇടിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് വെറുതെ വിടുന്നു. രാജുവിൻ്റെയും ചന്ദ്രുവിൻ്റെയും ഗ്യാങ്ങിൽ നിന്ന് തന്നെ ആൾക്കാരെ വെച്ച് രാജുവിനെയും ചന്ദ്രുവിനെയും തീർക്കുന്നു. അങ്ങനെ ഇൻ്റർവെല്ലിൽ രാജു തന്നെയാണ് കൃഷ്ണ എന്ന് റിവീൽ ചെയ്ത് ഒരു ഐക്കോണിക് ഫൈറ്റ് സീനും വെച്ചാണ് പടത്തിൻ്റെ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. തൻ്റെ ഗ്യാങ്ങിൽ നിന്ന് തന്നെ കൂടെ നിന്ന് ചതിച്ച ബാക്കി എല്ലാവരെയും മെയിൻ വില്ലനെയും തേടിപ്പിടിച്ച് കൊല്ലുന്നതാണ് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. അഞ്ചാൻ സിനിമയുടെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സിമ്പിൾ സ്റ്റോറി അവർ സിനിമയായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്ന സ്റ്റൈല് വളരെ എൻഗേജ്ഡ് ആയിരുന്നു. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ 3 സോങ്ങും സെക്കൻഡ് ഹാഫിൽ 2 സോങ്ങും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് വരുന്ന ഒരു ഐറ്റം സോങ് ഒഴിച്ചാൽ ബാക്കിയുള്ള പാട്ടെല്ലാം വൻ സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് സാമന്തയും സൂര്യൻ തമ്മിലുള്ളൊരു ഗോവ സോങ് ഒക്കെ ഉണ്ട്, അതൊക്കെ വൻ അടിപൊളിയായിരുന്നു. പിന്നെ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും നന്നായിട്ട് വർക്കൗട്ടായി. അഞ്ചാൻ സിനിമ റിലീസിനെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പടത്തിൽ നിന്ന് 23 മിനിറ്റോളം വരുന്ന ചില സീക്വൻസുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിൽ സാമന്തയുടെ ബിഗ്നി ഷോട്ട് ഉൾപ്പെടെ സൂര്യ അണ്ണൻ്റെ ഇൻട്രോ സീനൊക്കെ ഉണ്ടായിരുന്നു. ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് ചില സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞതെന്നാണ് വെപ്പ്. ഇപ്പോൾ നിലവിലുള്ള അഞ്ചാൻ ഒറിജിനൽ ഔട്ട്പുട്ട് 2 മണിക്കൂറും 27 മിനിറ്റ് 32 സെക്കൻഡുമാണ്. അപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയ പടം 3 മണിക്കൂറിന് മുകളിൽ പോയേക്കും. അതാണ് ട്രിം ചെയ്ത് കളഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അഞ്ചാൻ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രാജുവും ചന്ദ്രവും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ്. പ്രത്യേകിച്ച് ചന്ദ്രു മരിച്ചു കഴിഞ്ഞു വരുന്നൊരു ഷോട്ടിൽ സൂര്യ അണ്ണൻ്റെ പെർഫോമൻസ് ഉണ്ട്, അതൊക്കെ വൻ അടിപൊളിയായിരുന്നു. പിന്നെ സിനിമയിലെ മെയിൻ വില്ലൻ. സത്യം പറഞ്ഞ ഈ ഒരു സ്റ്റോറി ഈ മെയിൻ വില്ലൻ ക്യാരക്ടറിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നല്ല. പിന്നെ എല്ലാത്തിനും ഒരു റീസൺ വേണമല്ലോ, ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാറ്റി നിർത്തിയ അഞ്ചാൻ സിനിമ ഒരു പക്ക മാസ് എൻ്റർടൈനറാണ്. പിന്നെ സൂര്യ അണ്ണൻ്റെ പതിവ് സിനിമകൾ പോലെ ഇതൊരു അർഹിച്ച വിജയം കിട്ടാതെ പോയൊരു സിനിമയെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ല. കാര്യം ഈ പടത്തിൻ്റെ സ്റ്റോറിയിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ക്ലീഷേ, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒറ്റവാക്കി പറഞ്ഞ ഇൻ്റർവെല്ലിലെ ട്വിസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സസ്പെൻസ് ഇല്ല. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പടത്തിലുള്ള ഒരേ ഒരു മിസ്റ്റേക്ക്. 75 കോടി ബഡ്ജറ്റിലെത്തിയ അഞ്ചാൻ സിനിമ ബോക്സ് ഓഫീസ് വൈസ് വൻ ഫ്ലോപ്പായ പടമാണ്. അഞ്ചാൻ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നേടിയ കളക്ഷൻ 41 കോടി 5 ലക്ഷമാണ്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 10 കോടി 20 ലക്ഷവും കേരളത്തിൽ നിന്ന് 5 കോടി 60 ലക്ഷവും കർണാടകയിൽ നിന്ന് 5 കോടി 40 ലക്ഷവും ഓവർസീസിൽ നിന്ന് 20 കോടി 45 ലക്ഷവും നേടി
അങ്ങനെ അഞ്ചാൻ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് 83,55,00,000 ബഡ്ജറ്റ് വൈസ് നോക്കിയാൽ അഞ്ചാൻ സിനിമ വൻ ഡിസാസ്റ്റർ ആണ്. എങ്കിലും അഞ്ചാൻ സിനിമയ്ക്കുള്ളൊരു ഫാൻ ബേസ് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ഈ അടുത്ത് റിലീസ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും ഈ ഒരു അഞ്ചാൻ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേര്.